ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടിസ്തുതിക്കും. ഞാൻ പാടിസ്തുതിക്കും, പാടിസ്തുതിക്കും, ഞാൻ പാടിസ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ. പാപിയാമെന്നെ നീ കാക്കണമേ. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ. പാപിയാമെന്നെ നീ കാക്കണമേ. അറിഞ്ഞും അറിയാതെയും തെറ്റു ചെയ്തു പോയി എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ. നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അനുദിന വചനം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ ജനിച്ചത്. The Son of God appeared to destroy the works of the devil. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറുമേ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. The Son of God appeared to destroy the works of the devil. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ വന്നത്. നമ്മൾ ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആ ഒരു സീസണിലൂടെ കടന്നു പോവുകയാണ്. കർത്താവായ യേശുവിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷന് അറിയുന്നത് ഈ സീസണിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് ക്രിസ്മസ് പപ്പായാണ്. പഴയകാലത്തുള്ള ക്രിസ്മസ് പപ്പയും ഈ ന്യൂജൻ ക്രിസ്മസ് പപ്പയും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. പഴയകാല ക്രിസ്മസ് പപ്പ വളരെ ശാന്തനായിരുന്നു. ഈ കാലഘട്ടത്തിലെ ക്രിസ്മസ് പപ്പ വളരെ വയലൻ്റാണ്. ഈ കാലഘട്ടത്തിലെ ക്രിസ്മസ് പപ്പ പാടുന്ന പാട്ട് തന്നെ ലൂസിഫർ പോലും കേട്ടിട്ട് ഓടിപ്പോകുന്ന പാട്ടുകളാണ്. അതേപോലെ ആ ഒരു ആഘോഷത്തിൻ്റെ മൂഡ് വേറൊരു തലത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ അല്ല ഉയർത്തുന്നത് ക്രിസ്മസ് പപ്പ. അതുപോലെ തോരണങ്ങൾ, ആഘോഷങ്ങൾ, ബലൂൺ, നക്ഷത്രങ്ങൾ, ഇവയൊക്കെ വളരെയധികം ചിലവാകുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തിനാണ് കർത്താവ് ജനിച്ചത്
എന്നുള്ളത് വചനാടിസ്ഥാനത്തിൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി വേണം. ആഘോഷങ്ങൾക്ക് അർത്ഥം കൊടുത്തു വേണം അത് ചെയ്യാൻ. അതൊരു കച്ചവട മനോഭാവത്തോടു കൂടി എൻ്റെ കർത്താവിനെ വിറ്റ് കാശാക്കരുത്. ഒരു 5 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ ഇന്ന് പഠിപ്പിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാരണം, വൈ ജീസസ് കെയിം ടു ദിസ് എർത്ത്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, പാവങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാവമില്ലാതെ ജനിച്ച ഒരേ ഒരു വ്യക്തി അതിൻ്റെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അമലോത്ഭവൻ. പാപങ്ങളെ നീക്കാൻ. മുമ്പോ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമുള്ളവരാണ്. ഇരുളെന്ന് പറയുമ്പോൾ പിശാചിന്റെ അടിമത്തത്തിലായിരുന്ന നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് ജനിച്ചത്. നാശകരമായ കുഴിയിൽ നിന്ന് നമ്മളെ വിടിവിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചത്. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാവമില്ല. യോഹന്നാന്റെ സുവിശേഷം 1:29 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ സ്നാപകൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാപങ്ങളെ നീക്കുവാനാണ് യേശു ക്രിസ്തു ജനിച്ചത്. ലോകരക്ഷകന് മാത്രമേ പാപമോചനം തരാൻ കഴിയുകയുള്ളൂ. ഇനി രണ്ടാമത്തെ റീസൺ എന്തുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, പാവം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാവം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ അവിടുന്ന് പ്രത്യക്ഷനായി. ദൈവത്തിന്റെ വചനം പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന്. ഈ ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കുമ്പോൾ അതൊരു വലിയ അതിരുകടന്ന ആഘോഷമായി മാറുന്നത് എപ്പോഴാണെന്നറിയാവോ? ക്രിസ്ത്യാനി, നീ വെള്ളമടിച്ച് പൂക്കുറ്റി പോലെ തിത്തരികിട തെയ്യെന്നും പറഞ്ഞ് തലയും കുത്തി കിടന്ന് വാള് വെക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ മദ്യം ചെലവാകുന്ന ഒരു ദിവസമാണ് ഡിസംബർ 25. ഇനിയിപ്പോൾ കണക്കുകളൊക്കെ പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. എത്ര കോടിയുടെ രൂപ കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനി വലിച്ചകത്താക്കി എന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേകതയുള്ളൂ, ജനിച്ചാലും കുടിക്കും, അവൻ മരിച്ചാലും കുടിക്കും. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം അത് തന്നെയാണ്. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ മരിക്കുന്നെങ്കിൽ എൻ്റെ പൊന്നുമകനെ, നീ നിത്യത കാണത്തില്ല, നേരെ അങ്ങ് തീപ്പൊയ്കയിലേക്ക് പോകും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ എന്താണ്? നിന്നെക്കൊണ്ട് ഈ മദ്യം കുടിപ്പിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ജനിച്ചത് മകനെ നിന്നെ കൊണ്ടും മദ്യം കുടിപ്പിക്കാനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ലഹരി പൂണ്ടവനാകുവിനെന്ന്. അപ്പോൾ എന്തിനാണ് ഈ ആഘോഷം? മദ്യപിക്കാനാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പിശാച് അലറി വിളിച്ച് നിലവിളിച്ച് കരയുമ്പോൾ പറയുന്നത്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഈ പിശാചിനുള്ള അറിവ് പോലും ക്രിസ്ത്യാനി നിനക്കില്ലല്ലോ. ഈവൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന പലർക്കും ഈ അറിവില്ല. മറ്റുള്ള മത നേതാക്കന്മാരുമായി യേശുക്രിസ്തുവിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. സ്തോത്രം. മകനെ, മകളെ, യേശു ദൈവമാണ്, അതേപോലെ യേശു മനുഷ്യനുമായിരുന്നു. പക്കാ മനുഷ്യനും പക്കാ ദൈവവുമായിരുന്നു. എൻ്റെ കർത്താവിനെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം യേശു ദൈവമാണ്. യേശു ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് സാത്താനേറ്റ് പറയുമ്പം യേശു മാത്രമാണെന്ന് ദൈവമെന്ന് പറയാൻ നിന്റെ ബുദ്ധി അനുവദിക്കുന്നില്ല, അല്ലേ? നിന്റെ കയ്യിലിരിക്കുന്ന PhD അനുവദിക്കുന്നില്ല. പാവവും വ്യഭിചാരം നിറഞ്ഞ ഈ തലമുറയിൽ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും. ഏറ്റുപറഞ്ഞാൽ ഞാനും ഏറ്റുപറയും. പിശാച ഏറ്റുപറയുന്ന ദൈവപുത്രനെ നിന്റെ ജീവിത സാഹചര്യത്തിൽ യേശു ദൈവമാണെന്ന് പറയാൻ നിനക്ക് മടിയാണെങ്കിൽ നിന്റെ ഉള്ളിലിരിക്കുന്നത് ഈ ഒനീഡ TV പരസ്യക്കാരനായ സാത്താനാണ്. സ്തോത്രം. അതുകൊണ്ട് ലൂസിഫറിനോട് ചോദ്യരി, യേശു ക്രിസ്തു ആരാണെന്ന്. പലരും ചോദിക്കുന്നുണ്ടല്ലോ, യേശു ക്രിസ്തു ദൈവമാണോ എന്ന്. നീ പോയി ലൂസിഫറിനോട് ചോദിര്, അവൻ പറഞ്ഞു തരും യേശു ആരാണെന്ന്. സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്ന മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ് സാത്താൻ പറയുന്നത്. മൂന്നാമത്തെ റീസൺ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്
ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ദൈവപ്രവൃത്തിയാണ് കാലിത്തൊഴുത്തിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യക്കുഞ്ഞായി പിറന്ന ദൈവപുത്രനായ യേശു. എന്തിനാ പിറന്നത്? എന്തിനാ വന്നത്? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പുത്രനാൽ നാം അവനാൽ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. മരിച്ചുപോയ നമ്മളെ ജീവൻ വെപ്പിക്കാനാണ്, നമുക്ക് ജീവൻ തരാനാണ്. ജീവന്റെ ഉറവിടമായ യേശുക്രിസ്തു നമ്മളെപ്പോലെ ഒരുവനായി ജനിച്ചു, പാപമൊഴികെ. 1 യോഹന്നാൻ 5:11 പറയുകയാണ്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. അപ്പൊ നമുക്ക് നിത്യജീവൻ തരാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. 4ാമത്തെ കാരണം 1 യോഹന്നാൻ 4:10 നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദ റിയൽ ലവ്, ഡിവൈൻ ലവ്. പുത്രനെ തന്നുകൊണ്ടാണ് ദൈവം ആ സ്നേഹം നമ്മളോട് കാണിച്ചത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് ഈ പരിശുദ്ധൻ നമ്മെ തേടി വന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. കർത്താവ് തന്നെ സ്വയമായി യാഗമായി കാൽവരിയിൽ സമർപ്പിച്ചപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട്, പരിഹാരമായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. സൗജന്യമായിട്ട് ആ നെഞ്ച് കീറി തന്നതാണ്. പക്ഷേ ഇന്ന് ഈ പുത്രന്റെ പേരിൽ നീ എന്തുമാത്രം കൈമടക്ക വാങ്ങിക്കുന്നേ. ആ യേശുവിനെ നീ വിറ്റ്, അവന്റെ സ്നേഹത്തെ വിറ്റ് നീ കാശാക്കിയല്ലേ. സ്തോത്രം. സകലതും പൂർത്തിയായി. ഇനി നീ ഒരു പ്രായശ്ചിത്തവും ചെയ്യണ്ട, നീ ഒരു സ്ഥലത്തും ഓടണ്ട. ആ പുത്രൻ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. 1 യോഹന്നാൻ 2:2 വാക്യം പറയുകയാണ്, അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. ആമേൻ. കർത്താവ് യേശുക്രിസ്തു ജനിച്ചത് ക്രിസ്ത്യാനി നിനക്ക് വേണ്ടിയല്ല. ഈ ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ 800 കോടി, ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും, എല്ലാവരുടെയും വകയാണ്, എല്ലാവരുടെയും സ്വന്തമാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു. നീ 5ാമത്തെ കാരണം 1 യോഹന്നാൻ 4:14 പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു സാക്ഷ്യം പറയുന്നു. സേവിയർ ഓഫ് ദ വേൾഡ്, ലോകരക്ഷകനാണ്, ലോകരക്ഷകനാണ്. ചിലർ അഹങ്കാരം കൊണ്ട് യേശുവിനെ തള്ളി പറയുന്നവരുണ്ട്. ചില രാജ്യങ്ങളിൽ യേശുവിൻ്റെ ബൈബിള് വിലക്കിയിരിക്കുകയാണ്. ഈ ബൈബിൾ ഒരു പുസ്തകമായിട്ട് കയ്യിൽ പിടിച്ച് ചില രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കർത്താവ് ഈ മണ്ണിൽ നിന്നെടുത്ത മണ്ണാങ്കട്ടേക്കാൾ വലിയവനാണല്ലോ നമ്മുടെ കർത്താവ്. ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു രാജ്യത്ത് എയർപോർട്ടിലൂടെ ഒന്നും കടന്നു ചെല്ലാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ബൈബിൾ സ്മഗിൾ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ എയറിലൂടെ 24/7 എയറിലൂടെ ഈ തിരുവചനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര വലിയ അണുബോംബിട്ട് നശിപ്പിക്കാൻ നോക്കിയാലും എൻ്റെ കർത്താവിൻ്റെ വചനം നശിപ്പിക്കാൻ പറ്റില്ല. അത് എടുത്തുകൊണ്ട് വരുന്നവനെ ചിലപ്പോൾ അവനെ കൊല്ലാൻ സാധിക്കും. പക്ഷേ വചനത്തിന് ഒരിക്കലും ബന്ധനമില്ല. 1 യോഹന്നാൻ 4:10 പറയുകയാണ്, ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ വചനപ്രകാരം എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നുള്ളത് വ്യക്തമായ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ദിനങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് ആ പ്രവൃത്തി വീണ്ടും അതൊന്നുകൂടി ആവർത്തിക്കാൻ ക്രിസ്ത്യാനി നീ നിന്നു കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. വചനത്തിലേക്ക് തിരികെ കർത്താവിനെ കണ്ടുമുട്ടുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഈ ചിന്തകളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ ആഴമായി സ്നേഹിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന ദിവ്യമായ സ്നേഹത്തിൽ നിന്നും പുറത്തു പോകാതെ അവിടുത്തെ മാറോട് ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് അവിടുത്തോട് പറ്റിച്ചേർന്ന് നടന്നതുപോലെ
ഞങ്ങൾക്കും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതേ കർത്താവേ, അവിടുത്തെ സ്നേഹത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയുന്നതേയുമേ, അത് ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആദികളെല്ലാം നീ അകറ്റണമേ, അരൂപിയാൽ എന്നെ നീ നിറയ്ക്കണമേ. ആദികളെല്ലാം നീ അകറ്റണമേ, അരൂപിയാൽ എന്നെ നീ നിറയ്ക്കണമേ. അവിടുന്നെൻ്റെ എല്ലാം അറിയുന്നല്ലോ, എന്നപരാധം മറന്നെന്നെ അനുഗ്രഹിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല.